ലഹരി പുതിയൊരു വിഷയം വന്നിട്ടുണ്ട്. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലി, കുടി, അതുപോലെ പല പല ലഹരികളുണ്ട്. അതിൽ ചില ആളുകൾ വാച്ച് ചെയ്യാത്ത ലഹരിയുണ്ട്. അതായത് കുടുംബം ഒരു ലഹരിയാണ്, സമൂഹം അതൊരു ലഹരിയാണ്. ഇത് ലഹരി അധികമായാൽ അമൃതം വിഷം. അല്ലാന്നുണ്ടെങ്കിൽ ലഹരി നല്ലതാണ്, ആൽക്കഹോള് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ കഞ്ചാവ് നല്ലതാണ്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ നല്ലതാണ്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ അനവധി മരുന്നുശാലകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ആൽക്കഹോൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ലിമിറ്റേഷൻ ആണെങ്കിൽ നല്ലത്. അതേപോലെ തന്നെയാണ് ലഹരിയിൽ കുടുംബം ലിമിറ്റഡ് ആണെങ്കിൽ നല്ലതാണ്, അമിതമായ പ്രശ്നം. അപ്പോൾ കുടുംബത്തിൽ നിൽക്കുന്ന ആളെന്നെയാണല്ലോ ഞാൻ. കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ എന്നെ പറ്റി കുറച്ചൊക്കെ കഥകൾ അറിയാലോ, യൂട്യൂബിൽ നല്ല പബ്ലിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തും അമിതമായി നല്ലതാണ്. ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായി. ഇപ്പം ഇത് ലൈവ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത് നേരെ ഒന്ന് പോളിഷ് ചെയ്യുന്നു, നേരെ യൂട്യൂബിൽ വെക്കുന്നു. സാധാരണ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 8 മണിയോട് കൂടിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ 9 മണിക്കാവും. അപ്പോൾ 8 മണിക്ക് കാണുന്ന വ്യക്തിക്ക് ഇന്നൊരു വീഡിയോ നഷ്ടമായി. പക്ഷെ എന്നാലും 9 മണിക്ക് കാണുന്ന ആളുകളാണെങ്കിൽ കാണും. എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒരു 50 ആളുകളുടെ മേലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചിങ് ഉണ്ട്. ഈ 50 ആളുകൾ സ്ഥിരം ഇത് വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വാച്ച് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയേ അല്ല. അതൊരു ലഹരിയായി മാറും. അപ്പൊ അതെനിക്ക് വിഷയമാണ്. എന്നാൽ എനിക്ക് സൗകര്യം, സന്ദർഭങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ 3 മിനിറ്റ് വീഡിയോ, അതല്ലെങ്കിൽ 1 മിനിറ്റ് വീഡിയോ, 2 മിനിറ്റ് വീഡിയോ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. അത് പറ്റുന്ന പോലെ കണ്ടാൽ മതി. ഒരു കാരണവശാലും ഇതൊരു ലഹരിയോ എൻ്റെ ഉപദേശമായിട്ടോ ഒന്നും എടുക്കുകയാണ്, അനുഭവങ്ങളാണ്. അപ്പൊ ഈ ലഹരിയിൽ നിന്നും മോചനം വേണ്ടേ? വേണം. വലിക്കുന്നവന് മോചനം വേണം, കുടിക്കുന്നവന് മോചനം വേണം. കുടുംബത്തിൽ അമിതമായ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അമിതമായി കുടുംബത്തിൽ കൂടുതലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവും. ഇത് അസുഖമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല പല ലഹരികളും ഇന്ന് നമ്മുടെ ഗവൺമെന്റ് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി മുക്ത അങ്ങനെയുള്ള പരിപാടികൾ ഗവൺമെന്റിനല്ല, അനവധി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു സംഘടന, നമ്മളുടെ ഒരു സംഘടന അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അനവധി സംഘടനകൾ അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള കോപ്പറേഷൻ ഉണ്ട്. അപ്പൊ അറിവാണ് ഇതിനെന്താ വെച്ചാൽ പ്രധാനമായിട്ടുള്ളത്. വേണ്ട എന്താ വെച്ചാൽ അറിവാണ്. ഇതിന്റെ നെഗറ്റീവ് വശം മനസ്സിലാക്കിയാൽ മതി. നല്ല നല്ല കാഴ്ചകൾ കാണാൻ തന്നാൽ അതൊരു ലഹരിയാണ്. ഇപ്പൊ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വരുന്നു, വടക്കുംനാഥ ക്ഷേത്രത്തിൽ. എന്താ കാഴ്ചകൾ! തത്തമ്മ ചെണ്ട് പോലെയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാൻ അതൊരു ലഹരിയാണ്. ഒക്കെ ഒന്ന് കണ്ടു ഇങ്ങോട്ട് പോകുന്നു. അതിന്റെ പിന്നാലെ പോകുന്ന പരിപാടി എനിക്കില്ല. അപ്പൊ ലഹരിയെ കുറിച്ച് കൂടുതൽ